ഹലോ ഗായ്സ്, അങ്ങനെ ഇന്ത്യൻ ബൈക്കും 3D സീരിയസ് ആയിട്ട് എല്ലാവരും ഇതാകും. കഴിഞ്ഞ വീഡിയോ നമ്മൾ ഗോഡ്സിലേനൊക്കെ തോൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഈ വീഡിയോയിൽ ഗോഡ്സിലേനൊന്നല്ല കേട്ടോ, നമ്മൾ ഗോഡ്സിലേറ്ററിനൊക്കെ പൊടിച്ച് നമ്മളായിട്ട് ഇപ്പോൾ കമ്പനിയൊക്കെ ആണ്. ഗോഡ്സിലേറ്ററിൻ്റെ ബൈക്ക് ഇവിടെയാണ് അപ്പോൾ കൊണ്ടിരിക്കുള്ളൂ. നമ്മൾ കുറച്ച് പവറൊക്കെ കൂട്ടിയെടുത്തുനിന്ന് ഗോഡ്സിലേറ്റർ ഫുള്ളി പക്കാണ് കേട്ടോ. നമ്മളായിട്ട് കമ്പനി തല അടിച്ചിട്ട് പോയി. അല്ല, നമുക്ക് നേരെ കയറി പോയേക്കാം. നമ്മൾ ഇറങ്ങിയിരുന്നു. ഇപ്പോൾ നമുക്ക് നേരെ പോലീസ് സ്റ്റേഷനിൽ പോകും. കുറേ ദിവസമായി പോലീസ് സ്റ്റേഷനിലൊക്കെ ഒന്ന് പോയിട്ട് നമുക്ക് നേരെ വണ്ടി എടുത്ത് പോലീസ് സ്റ്റേഷനിലേക്ക് ഇടാം. ഈ വണ്ടി എടുത്തല്ല കേട്ടോ നമ്മൾ പോണേ. ഇത് കുറേ ദിവസമായിട്ട് എടുക്കുന്ന വണ്ടിയാണ്. അപ്പോൾ നമുക്ക് ഒരു താറ് കിടക്കണ്ട എടുത്ത് പോവാം. ഇതിൻ്റെ ഷോ കസ്പർ കാണാൻ രസം. നമുക്കേതായാലും ഈ വണ്ടി തന്നെ എടുത്തിട്ട് പോവാം. ഇങ്ങനെ നമ്മളിവിടെ എത്തിയേക്കാണ്. അപ്പോൾ താറിൻ്റെ 3 ഡോർ എടുക്കേണ്ട കുറേ ദിവസം ഇതൊക്കെ ഒന്ന് എടുത്തിട്ട് ഡിഫൻഡർ നമ്മൾ ഇന്നലെ ഒന്ന് എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ വീട്ടിൽ കൊണ്ടുപോയിട്ടുണ്ട്. ഡിഫൻഡർ ഉണ്ട്, എടുക്കണം. കുറച്ചൊക്കെ നമ്മൾ എടുത്ത് ഇവിടെ അല്ലേ കിടക്കുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് ദിവസം എടുത്ത് അങ്ങനെ നമ്മൾ വീട്ടിലെത്തി. ചാർലി മിനാറ്റൊക്കെ നമ്മളെ ചങ്കാണ് കേട്ടോ വയസ്സ്. ഇപ്പോൾ പ്രധാനമായിട്ടുള്ള ശത്രു ആരാന്ന് ചോദിച്ചാൽ ആരുമല്ല, നമ്മളെ ഒരു ഡോക്ടർ ഡൊമിനിക്കാണ്. അപ്പോൾ മൂപ്പര എങ്ങനെയെങ്കിലും പൊക്കണം കഴിച്ചു. കാരണം മൂപ്പര എവിടെ നോക്കിയിട്ട് കിട്ടില്ല കേസ്. എന്നാൽ പരമാവധി നോക്കിയെന്നാണ് നമ്മൾ പോലീസ് സ്റ്റേഷനിൽ പോകണതിന് മൂപ്പര എങ്ങനെയെങ്കിലും കിട്ടുമോ നോക്കാനാണ് കേട്ടോ കേസ്. അപ്പോൾ നമുക്കതാ നേരെ പോയേക്കാം. നമുക്കൊരു ഓഫ് റോഡ് വെഹിക്കിളും കിട്ടുമെന്ന് കേട്ട് നമുക്ക് നേരെ അടച്ചിട്ട് കാണാം ഗൈസ്. ഇങ്ങനെ നമ്മൾ പോലീസ് സ്റ്റേഷനിലേക്ക് കയറാൻ പോവാണ് കേട്ടോ ഗൈസ്. നമ്മളെ ഈ സൂപ്പർ കാർസൊക്കെ ഫുൾ വൈറ്റിലാണ് കേട്ടോ. നമുക്ക് പോലീസ് തന്ന വണ്ടിയാണ് GTR, അതോടെ ഫുൾ വൈറ്റിലാണ് കിട്ടുന്നത്. അപ്പോൾ ഇവിടെ കുറേ വണ്ടികളുണ്ട്. ഈ വണ്ടികൾ ഫുൾ ഇപ്പോഴും SBIൻ്റെ വണ്ടികളാണ് കേട്ടോ. അതുകൊണ്ടാണ് ബ്ലാക്കിൽ ആ പഴയ വണ്ടിയിൽ നിലയിൽ കൊണ്ടെടുക്കുന്നത്. ചിലപ്പോൾ ഒക്കെ എടുക്കും. നമ്മളെ ക്രിമിനൽസായിട്ട് വരുമ്പോൾ ആ വണ്ടിയിലാണ് വരിക. പിന്നെ നമ്മളെ ബുലേറോ രണ്ടെണ്ണം അവിടെ ഇറക്കുന്നുണ്ട്. പിന്നെ അതൊക്കെ പോലീസുകാരുടെ വണ്ടി തന്നെയാണ് കേട്ടോ. പിന്നെ ഒരു മസ്റ്റാങ്ക് മാത്രം ബ്ലാക്ക് കളറിൽ, ബാക്കിയൊക്കെ വൈറ്റ്. ബസ് വരെ ഉണ്ട് ഗൈസ്. പിന്നെ നമ്മൾ അവിടെ 2 വണ്ടി ഉണ്ട് തോന്നുന്നുണ്ട് ഗൈസ്. ഉണ്ടാവും. ഓനെ ഫെറാറിയും ലംബോർഗിനിയുമാണ്. അവർ 2 വൈറ്റിലാണ് കേട്ടോ ഗൈസ്. ഇന്നെന്താ അറിയില്ല, ഒരു സാർ മാത്രമേ ഉള്ളൂ ഇവിടെ. എന്താ സാറ് ഇവിടെ സാർ മാത്രം? ഇപ്പോൾ സാറിനോട് ചോദിച്ചേക്കാം. സാറ് വേറെ ആരുമില്ലേ? ഓ ഫ്രാങ്ക്ലിൻ സാർ, ഇവിടെ വേറെ ആരും വന്നില്ല സാർ. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. നമ്മൾ സാർ ഇവിടെയുള്ള കാര്യം മറന്നുപോയി. നമ്മളാണ് ഇവിടുത്തെ മെയിൻ സാർ. അപ്പോൾ നമുക്ക് നേരെ മോൾക്കർ പോയേക്കാം. നല്ല ഡ്യൂട്ടിക്ക് കയറിയെന്ന് യൂണിഫോമൊന്നും ഇടണം ഗൈസ്. ഇവിടെ ആരും ഇല്ല. ഇപ്പോൾ ക്രിമിനലൊക്കെ അന്ത ഭയം മുറിക്കണം. നമ്മളൊക്കെ പേടിച്ചിരിക്കുകയാണ് ഗൈസ്. അങ്ങനെ അന്ത ഭയം മുറിക്കണമെങ്കിൽ നേരെ ഇവിടുന്ന യൂണിഫോം. നമ്മളെ ബാങ്കിലെ അതിൽ ഇതൊക്കെ ഉണ്ടാവുള്ളൂ. പിന്നെ നമുക്ക് വേണ്ടി ഒരു കാറ് പുറത്ത് കൊണ്ടുപോയി കേട്ടോ ഗൈസ്. നമ്മളെ ഓഫ് റോഡ് വെഹിക്കിൾ ഉണ്ടെന്ന് പറഞ്ഞില്ലേ, ഇവിടെ ഉണ്ട് എന്നൊക്കെ കേട്ടോ. നമുക്ക് നേരെ ഒന്ന് പോയി നോക്കാം. GTR ആടെ എടുക്കട്ടെ, അല്ല നമ്മളെ പോലീസ് എസ്കോർട്ട് കൊണ്ടുപോയിക്കോളും. നമ്മളെ പരിപാടി എന്ന് പറയുന്നത് ഇവിടെ സിറ്റിയിൽ റേസ് എടുക്കില്ല. അപ്പോൾ അങ്ങോട്ടൊന്ന് പോകാമെന്നുള്ളൂ. ഒരു വലിയ റേസാന്നൊക്കെ കേട്ടെ. നമുക്കൊന്ന് പങ്കെടുക്കാമെങ്കിൽ പങ്കെടുക്കാം. ഇത് താർ റോക്സാണ് കേട്ടോ ഗൈസ്. അടിപൊളി വണ്ടി തന്നെയാണ് കേട്ടോ. നമുക്ക് പങ്കെടുക്കണമെങ്കിൽ പങ്കെടുക്കട്ടോ ഗൈസ്. കിടില വണ്ടി, ഇഷ്ടമായെന്നൊക്കെ പറയാം. നമ്മളതിൽ വേറെ താറാടെ കിടക്കുന്നുണ്ട്. താർ റോക്സ് വൈറ്റും ഉണ്ട്, പക്ഷെ ഒരു പോലീസ് താർ റോക്സും ഇല്ല ഗൈസ്. അപ്പോൾ അത് നമ്മളെ കയ്യിൽ പോലീസിൻ്റെ താർ റോക്സ്. നമുക്ക് വീട്ടിൽ പോയാണ്ട് കുറച്ച് സാധനങ്ങളൊക്കെ ഒന്ന് എടുക്കാണ്ട് ഗൈസ്. ഫുൾ വെപ്പൺസ്, എന്തെങ്കിലും അറ്റാക്ക് അങ്ങനെയൊക്കെ ഉണ്ടാവുകയാണെങ്കിലേ ചേർത്ത് നിൽക്കാനാണ് കേട്ടോ ഗൈസ്. നമുക്ക് ഏട്ടനും അനിയനും കണ്ടുകൂട്ടി ആ ഒരു ഡയലോഗുണ്ട്, ഏട്ടനെ കാണാൻ അനിയൻ വന്ന്. അപ്പം നമുക്ക് നേരെ ഐറ്റംസൊക്കെ എടുക്കാം. കുറച്ച് കളക്ഷനൊക്കെ ഉണ്ട് നമ്മളെ കയ്യിൽ. അതൊക്കെ ഒന്ന് എടുക്കട്ടെ. അങ്ങനെ നമ്മൾ ഫുൾ വെപ്പൺസൊക്കെ എടുത്തു കേട്ടോ. ഇതൊക്കെ നമ്മൾ അന്ന് നമ്മളെ ഇത് തന്നാണ്. ഒരു മിഷനിലും വേണ്ടി എടുത്തേനിട്ടോ അൻഷു. അപ്പോൾ നമ്മളെ കയ്യിൽ ഇപ്പോഴും ഉണ്ട്. കിടിലൻ സാധനമാണ്. അപ്പോൾ നമുക്ക് ഇതൊക്കെ എടുത്തിട്ട് പോവാം. അപ്പോൾ കയ്യിലും പോവാം.
ഈ വിഷയിൽ പോവാം. ഒരു ആർമി ഡ്രസ്സിൽ പോകണോ? ഡ്രസ്സ് മാറ്റിയില്ല. ഈ ഡ്രസ്സിലാണ് കേട്ടോ. നമുക്ക് യൂണിഫോം ഒന്നുമില്ല. നമുക്ക് ഇങ്ങനെ അങ്ങോട്ട് പോയാൽ മതി. അപ്പോൾ നമുക്ക് ഏതായാലും നേരെ ഇനി വിടാം. പോലീസ് എസ്കോർട്ടിലൂടെ വണ്ടി നേരെ റിവേഴ്സിൽ തന്നെ എടുക്കാം. എന്നിട്ട് നേരെ അങ്ങോട്ട് വിടാനേ. അവിടെ കുറച്ച് സാറന്മാരൊക്കെ എത്തി നിന്നാലും നമുക്കൊരു ഇതിന് വേണ്ടി പോവുക. ഗൈസ്, ഇങ്ങനെ നമ്മൾ റേസിംഗ് ട്രാക്കൊക്കെ എത്തിയേക്കാണ്. അപ്പം നമുക്കിവിടെയൊക്കെ 2 പോലീസ് ഓൾറെഡി എത്തിയെന്ന് പറഞ്ഞു. 2 ബുള്ളറോയിൽ. അപ്പം നമുക്ക് നല്ല അങ്ങോട്ട് കയറിയിട്ട് അവിടെ 2 ബുള്ളറോ കാണുന്നുണ്ട് കേട്ടോ ഗൈസ്. പാർക്കിംഗ് സെൻസിൽ അത് 2 ബുള്ളറോ എടുക്കുന്നുണ്ട്. ഇതത്തെ കാറ് നമ്മളെ വണ്ടീനെയൊക്കെ ഉണ്ടല്ലോ, നമുക്ക് നോക്കിയേക്കാം. ഗൈസ്, നമ്മളിവിടെ നിന്നപ്പോഴാണ് BMW നമ്മളെ വെല്ലുവിളിച്ചത്. അപ്പോൾ നമുക്ക് നേരെ പോയി. അപ്പോൾ നമ്മൾ ഈ BMW ആയിട്ട് റേസ് ചെയ്യാണ് കേട്ടോ ഗൈസ്. നമുക്ക് ജയിക്കാരെ നോക്കാം. അങ്ങനെ നമ്മൾ GTR പറപ്പിച്ച് വിട്ടു. BMW നമ്മൾ ബൈക്കിൽ തന്നെ ഉണ്ട് കേട്ടോ. അയ്യോ, ജസ്റ്റ് ഒന്ന് മാറിയിരുന്നു. BMW കൂട്ടി പോലും കാണില്ലല്ലോ ഗൈസ്. അതിനെ കാണുന്നതന്നെയല്ല. നമുക്ക് നേരെ വിടാം. ഗൈസ്, BMW എവിടെ നോക്കിയിട്ട് കാണില്ല കേട്ടോ ഗൈസ്. അപ്പം നമ്മളാണിപ്പോൾ മുന്നിലില്ലേ. നമുക്ക് നേരെ ഇനി വിടാം. റേസായിട്ട് വിൻ ചെയ്ത് ഒരു ലാപ്പ് ഉള്ളൂ കേട്ടോ ഗൈസ് ഈ റേസ്. സത്യം പറഞ്ഞാൽ നമ്മളാ BMW വിൻ എത്രയും ദിവസം വിൻ ചെയ്തുകൊണ്ടിരുന്ന ഈ റേസിൽ കഴിഞ്ഞിട്ട് ഇനി റേസ് നമ്മളിവിടെ എത്തി. അപ്പം ഞാൻ BMW വിൻ ചെയ്തിരുന്നു. ഇപ്പോൾ BMWൻ്റെ ഓണർ നമ്മളോട് ചോദിച്ച് നമ്മൾ ചെറുതായിട്ടൊന്ന് ചലഞ്ച് ചെയ്ത്. അപ്പം നമ്മൾ വിട്ടെടുക്കും. നമ്മളാ ചലഞ്ച് അക്സെപ്റ്റ് ചെയ്ത് റേസിലേക്കത് വന്ന് കേട്ടോ ഗൈസ്. അപ്പോൾ നമുക്ക് നേരെ ഈ റേസായിട്ട് വിൻ ചെയ്യാം. BMWനെ കൂട്ടി പോലും കാണില്ല കേട്ടോ ഗൈസ് നമ്മൾ GTRൻ്റെ പവറിൽ. അപ്പോൾ നമുക്ക് നേരെ പറപ്പിച്ച വിടാം കേട്ടോ ഗൈസ്. നമ്മൾ ഏതാണ്ട് വിൻ ചെയ്ത പോയിന്റിലേക്ക് എത്തിയേക്കാണ് കേട്ടോ ഗൈസ്. നമുക്കിനി ഇതിലെങ്ങനെ പോയാൽ മതി ഗൈസ്. ഇങ്ങനെ നമ്മൾ ഈ റേസിൽ വിൻ ചെയ്യാൻ പോവാണ് കേട്ടോ ഗൈസ്. നമ്മൾ ഈ റേസ് വിൻ ചെയ്യാണ്. യെസ്, ഐ ആം ടു വിൻ. പിന്നെ ഗൈസ് നമ്മൾ വിൻ ചെയ്തേക്കാണ് ഈ റേസിൽ. നമുക്ക് ഏതായാലും GTR തിരിച്ചങ്ങോട്ട് കുറച്ച് ഇടിയൊക്കെ കിട്ടിയെന്ന്. ഇപ്പോഴാണ് വണ്ടി ഒന്ന് ചെറുതായിട്ടൊന്ന് ഇടിക്കുന്നത്. നമുക്കിവിടെ വെയിറ്റ് ചെയ്യാം BMW വരുന്നവരെ. BMW ഇവിടെ എത്തിയേക്കാണ്. അപ്പം നമ്മൾ GTR ആണ് കേട്ടോ പോയി വിൻ ചെയ്ത്. BMW വരുന്നുള്ളൂ. അപ്പം ഞാൻ തോറ്റുപോയി ഗൈസ്. എന്താ ചെയ്യുക? ചെങ്ങായിക്കിൻ്റെ മുന്നിനെ എങ്ങനെ ഞാൻ നോക്കും? വലിയ ചലഞ്ച് ചെയ്തായിരുന്നു ഗൈസ്. എന്തപ്പം ചെയ്യുക? നല്ല അഹങ്കരിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഇതിൽ 100 മില്യൺ റുപ്പീസാണ് കേട്ടോ കിട്ടുക ഗൈസ്. 100 മില്യൺ റുപ്പീസ്, പിന്നെ 2 ബൈക്കും. അപ്പോൾ നമുക്ക് ഏതായാലും ഒക്കെ വാങ്ങിയിട്ട് പോവാം. ഗൈസ്, നമുക്ക് നമ്മൾ 100 മില്യൺ റുപ്പീസും പിന്നെ ഈ 2 ബൈക്കാണ്. RGB ബൈക്കും പിന്നെ ഫീഫറിൽ കോബ്ര ബൈക്കുമാണ്. പിന്നെ നമ്മളാ ഒരു BMW നമുക്ക് ചെറുതായിട്ടും ഗിഫ്റ്റ് ആയിട്ട് കിട്ടുന്നതാണ് കേട്ടോ ഗൈസ്. പിന്നെ നമ്മളെ GTR ആയിട്ട് കിട്ടുന്നുണ്ട്. പിന്നെ ഒരു വെറൈറ്റി ആയിട്ട് നമ്മളെ UFO കൂടിയും കിട്ടിയെന്ന് കേട്ടോ. നമുക്ക് നേരെ എന്തോന്ന് റൈഡ് അടിച്ചിട്ട് പോവാം. നമുക്ക് നേരെ എന്തോന്ന് റൈഡ് അടിച്ചിട്ട് നോക്കാം. ഓട്ട വൈപ്പ് ഗൈസ്, നല്ല രസമുണ്ട്, സുഖമുണ്ട് ഇത് ഓടിക്കാൻ. ഓട്ട വൈപ്പ് നല്ല വൈപ്പിൽ ഓടിക്കാൻ ഉണ്ട് ഗൈസ്. നമുക്ക് നേരെ ഇത് ഓടിക്കാം. അപ്പം BMWൻ്റെ ഓണറൊക്കെ ആകെ കരഞ്ഞിട്ടൊക്കെയാണ് പോയത്. അപ്പം ഈ വീഡിയോ നമ്മളിവിടെ എൻഡ് ചെയ്യാണ്. അപ്പം അടുത്ത വീഡിയോയിൽ നമ്മൾ സെറ്റാക്കി പവറാക്കി ആയിട്ട് വീഡിയോ ഇടുക. അപ്പം
നമ്മളെ വീഡിയോൻ്റെ VW അങ്ങനത്തെ ഒക്കെ എടുത്തായിരിക്കും വീഡിയോ ഉണ്ടാവുക. അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യണം. ഈ വീഡിയോ നമ്മളിവിടെ സെൻഡ് ചെയ്യാണ്. സബ് ചെയ്യാത്ത സബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പം ഈ വീഡിയോ ഇവിടെ സെൻഡ് ചെയ്യാണ്. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ.